വേദിയിലേക്ക് നിൽക്കുന്നുണ്ട്. ശരിക്കും സന്തോഷമുണ്ട്, ശരിക്കും ആശങ്കയുണ്ട്. കാരണം ഈ ഒരു റാങ്കൊന്നും എന്നെ പോലത്തെ വ്യക്തിക്ക് എത്താൻ പറ്റുന്ന ഒരു വിശ്വാസമില്ല ആയിരുന്നു. ഞാൻ ആദ്യമൊക്കെ ഇതേപോലെ GTS സെന്ററിൽ വന്നിരുന്നപ്പോൾ സൂട്ടിട്ട് കുറെ ലീഡേഴ്സൊക്കെ കയറുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ നമുക്ക് ആവുമോ. പക്ഷെ എന്നെ പോലത്തെ ഒരു സാധാരണക്കാരി ഇതിൽ വന്നു, ഇതേപോലെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പോൾ മനസ്സിലായി ഇതിന് വിദ്യാഭ്യാസം എന്നൊരു കാര്യമല്ല. നമുക്ക് നമ്മളൊരു തീരുമാനം എടുത്ത് ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ലേഡീസ് ഇവിടെ ഉണ്ട്, നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ ലീഡേഴ്സ് ഉണ്ടാവും. എന്താഗ്രഹിച്ചാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം ഒരു 6 വർഷം മുമ്പ് ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുഴിച്ച് മൂടിക്കൊണ്ട് പല മേഖലകളിലും വരുമാനത്തിന് വേണ്ടി ഓടിയിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ ഞാനും കോഴീനൊക്കെ വളർത്തിയിട്ടുണ്ട്. ഒരു കോഴി മുട്ട ഇട്ട് 5 രൂപ കിട്ടും, 2 മുട്ട ഒരു ദിവസം പോയാൽ ഒരു പാക്കറ്റ് പാല് വാങ്ങാം. ആ രീതിയിലാണ് ഞാൻ എൻ്റെ കണക്കൂട്ടലും. പിന്നെ ഇത് എക്സ്പോർട്ടിങ് കമ്പനിയിൽ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു പീസ് അടിച്ചാൽ 25 പൈസ, അങ്ങനെ അത് മാക്സിമം കൂട്ടി വരുമാനമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഞാനിവിടെ താഴെ തിലാനൂര് കളക്ഷൻ ഏജന്റായി വർക്ക് ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഈ ഒരു അവസരം ഗ്രേറ്റ് ലീഡർ സമത് സാർ എന്നിലേക്ക് എത്തിച്ചത്. അപ്പൊ അങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ എന്നോട് പറഞ്ഞത് ഒരു എക്സ്ട്രാ വരുമാനം. സത്യം പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഞാൻ എടുത്തത്. ആ ഒരു അക്കൗണ്ടിൽ ഞാൻ 350 രൂപ ഫസ്റ്റ് വാങ്ങി. പക്ഷെ ഇവിടെ പറഞ്ഞ 2,10,000 എനിക്ക് വാങ്ങിയെടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ഈ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. 2 വീലർ ഓടിച്ച ആൾക്കാർ ലേഡീസൊക്കെ പോകുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഓടിക്കണമായിരുന്നു. പക്ഷെ പേടിയായിരുന്നു. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം 2 വീലർ എടുത്തു. ഓടിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് 3 പ്രാവശ്യം ഞാൻ ടെസ്റ്റ് പൊട്ടി. ഇതെന്തിനീ 8 ഒരു 7 സിമ്പിളായിട്ട് എടുക്കുമെന്ന് ചിന്തിച്ച വ്യക്തിയാണ്. പക്ഷെ എൻ്റെ ഒരു അത്രയും ലീഡേഴ്സ് എന്നോട് പറഞ്ഞു, മേഡം ഒരു കാര്യം ചെയ്യാം, ഇവിടെ മുഴപ്പിലങ്ങാടി ബീച്ചിൽ രാവിലെ ഒരു ദിവസം ഞാൻ സ്കൂട്ടി കൊണ്ടുതരാം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിച്ച് പഠിച്ചു. അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്ത ലീഡറാണ്. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിച്ച് 2 കാലും ഒരു കാലം കുത്താണ്ട് ഓടിക്കാൻ പഠിച്ച വ്യക്തിയാണ്. പക്ഷെ പിന്നീട് ആ ഒരു സ്കൂട്ടിയിൽ ടീമിനെ ക്രിയേറ്റ് ചെയ്തു. ലീഡേഴ്സ് പറയുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ആശങ്കയുണ്ട് ടീം ഉണ്ടാവും. ഞാൻ ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ലീഡേഴ്സ് പറഞ്ഞ പോലെ കുറച്ച് വ്യക്തികളെ ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ വന്ന ആൾക്കാർ എന്നെക്കാളും കഴിവുള്ള ആൾക്കാരായതുകൊണ്ട് ഇവിടെ GTS പ്രസന്റ് ചെയ്ത സോളാമേഡം എൻ്റെ ബാങ്കിലേക്ക് ഇറക്കായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കയറി വന്ന നമ്മുടെ നജീബ് സാറ്, വിജയ സാർ, അതുപോലെ ഒരുപാട് കഴിവുള്ള ലീഡേഴ്സ് ഇവിടെ കടന്നു വന്നു. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. അതിൽ ഏറ്റവും വലിയ നേട്ടം നടന്ന് ഈ ഒരു സീലിംഗ് എമൗണ്ട് ആദ്യം ഈ ബിസിനസ്സിൽ വന്നേരം GTS